ഈ സിനിമയിൽ പറയും പോലെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഷെയ്ഡ്സ് ഉണ്ട്, ചെയ്യാൻ കുറുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാന്നല്ല. റിയൽ ലൈഫില് ആളാണോ? അല്ല ആണോ? ആണ്. അപ്പൊ അത് കാരണം വലിയ പഠനങ്ങളുടെ ലാലുവേട്ടൻ ആക്ച്വലി ഷൂട്ട് നടക്കുമ്പോ തന്നെ പറയായിരുന്നു, ഞാൻ കുറച്ച് ഇൻഹിബിഷൻസോടെ ചെയ്യുമ്പോ നിമിഷ സ്വഭാവം കാണിച്ചോ കുഴപ്പമില്ല, സ്പേസ് തരുമായിരുന്നു ലാലുവേട്ടൻ. ആക്ച്വലി നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ തന്നെ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ ഹി വാസ് ഹാപ്പി. സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടി ഈ വർഷത്തെ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. എന്തായിരുന്നു അത് കിട്ടിക്കഴിഞ്ഞപ്പോ? ഞാൻ ടി വിയിലൊക്കെ കണ്ടിരുന്നു, ഭയങ്കര ഇമോഷണലിയൊക്കെ ആയിരുന്നു. എന്തായിരുന്നു ആ ഫീല്? വീട്ടിലിരുന്നല്ലേ അവാർഡ് കണ്ടേ, ഒരു അനൗൺസ് ചെയ്യുന്നത് കണ്ടേ? എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ്? ഒരു ഫീലിംഗ്സും ഇല്ല. കിട്ടിയ ദിവസം അല്ല അയ്യോ ചേട്ടാ അതെല്ലാം പോയി. ആക്ച്വലി കിട്ടിയ സമയത്ത് കുറെ മീഡിയ ചേട്ടായിമാരെല്ലാരും വന്നു, സംസാരവും ബഹളവും ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ എണീച്ചപ്പോ ഒരു വീട്ടുകാർക്കും ഒരു മൈൻഡില്ല. ഇല്ല, എന്നെ ആദ്യം തന്നെ എന്നോട് പറഞ്ഞ കാര്യം അതായിരുന്നു, ഇന്നത്തെ ഒരു ദിവസം ആഘോഷിച്ചോ, പിന്നെ അങ്ങ് മറന്നേക്കണം. ഇപ്പൊ നമ്മളൊരു സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയൻസിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ലെവൽ കൂടുമെന്ന് കേട്ടിട്ടുണ്ട്. എന്ന് പറയുന്ന പോലെ നിമിഷ എന്ന് പറയുന്ന ആക്ട്രസിന്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു തിങ്കിങ്ങിനെ പറ്റി എന്താണ്? ചേട്ടാ, എന്റെ ആദ്യ സിനിമ മുതൽ തന്നെ എനിക്ക് ഒറ്റൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ചെയ്യുന്ന വർക്ക് സത്യസന്ധമായിട്ട് ചെയ്യണം. എന്റെ അച്ഛനമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സത്യസന്ധമായിട്ട് ചെയ്യണം. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യ സിനിമ തൊട്ട് തന്നെ, എനിക്ക് സിനിമ എന്ന് പറഞ്ഞ എല്ലാമാണ്, അപ്പൊ ആ ഡെഡിക്കേഷനും ആ ഹാർഡ് വർക്ക് തന്നെയാണ് ഞാൻ കൊടുത്തത്. അത് ഞാൻ പറയുന്നത്. പക്ഷേ എന്താ പറയാ, അവാർഡ് കിട്ടിയാലും ചേട്ടാ നമ്മള് തൊണ്ടി മുതൽ തൊട്ട് കുപ്രസിദ്ധ പയ്യൻ അല്ലെങ്കിൽ ചോലവരെ ചെയ്ത സിനിമകൾക്ക് കിട്ടിയ ഒരു അപ്രിസിയേഷൻ ആണ്. അപ്പൊ ഇനി വരുന്ന സിനിമകൾക്കും കിട്ടട്ടെ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാം. നമ്മുടെ 41-ലെ കഥാപാത്രത്തെ പറ്റി പറഞ്ഞു, 2 ഷെയ്ഡുകളുള്ള. എന്തായിരുന്നു ക്യാരക്ടറിന്റെ പേരെന്താണ് അതില്? ഭാഗ്യസൂയം, ഭാഗ്യകുട്ടി എന്ന് വിളിക്കാൻ. ഭാഗ്യസൂയം, ഭാഗ്യം എന്ന് വിളിക്കും. ഭാഗ്യം എന്ന് വിളിക്കും. ഓക്കെ. അപ്പൊ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സിൽ നിന്നും ഒരു താരതമ്യപ്പെടുത്തുവാണെങ്കിൽ എന്താണ് അതിന്റെ ഒരു സ്പെഷ്യാലിറ്റി? ചേട്ടൻ ചെയ്യുന്ന സിനിമകളെല്ലാം എനിക്ക് തോന്നുന്നു ആർട്ടില്ലേ, സിനിമ എന്ന് പറഞ്ഞ ഒരു ആർട്ടാണ്. അപ്പൊ അതിന്റെ ഒരു വാല്യൂ കൂടണം എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ സോഷ്യലി റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ പൊളിറ്റിക്സ് സംസാരിക്കുന്ന സിനിമകളാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പൊ ഈ സിനിമ ആ കൂട്ടത്തിൽ നമുക്ക് പെടുത്താം എന്ന് പറഞ്ഞാൽ സോഷ്യലി നമുക്കിപ്പം ചുറ്റിന് കാണുന്ന ചില കാര്യങ്ങളാണ് ലാലുവേട്ടനും ഡിസ്കസ് ചെയ്യുന്ന സിനിമയിലൂടെ. അപ്പൊ അങ്ങനത്തെ സിനിമയുടെ ഭാഗമാവാൻ പറ്റുന്നത്, അപ്പൊ ഞാൻ അത്രമാത്രമാണ് നോക്കുന്നത്, ആ നല്ല സിനിമയുടെ ഭാഗമാവണം. പിന്നെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതും എന്താ പറയാ, കുറുമ്പൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു നമ്മൾ സെക്കൻഡ് സ്റ്റേജ് കാണിക്കുമ്പോൾ ആ ക്യാരക്ടറിന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ഒരു ചേഞ്ച് കാണിക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു അത് ഫാമിലിയുടെ പറയും പോലെ എല്ലാ കാര്യങ്ങളും. നിമിഷ പറഞ്ഞ പോലെ തന്നെ നിമിഷയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു, ഒരു വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്ന സിനിമകൾ അഭിനയിക്കണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ഒരു കരിയർ ഗ്രോത്തിലും അത്തരത്തിലുള്ള സിനിമകളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ടല്ലേ?